റിലേഷന്റെ പുതിയ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. കുറിച്ചോളൂ. ഷോ ദാറ്റ് the relation capital in capital ഈ R എന്ന് പറയുന്നത് റിലേഷൻ ആണ്. ഇൻ ക്യാപിറ്റൽ ഇത് സെറ്റ് ഓഫ് റിയൽ ആണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുറിച്ചോളൂ. റിലേഷൻ ക്യാപിറ്റൽ ഇൻ ക്യാപിറ്റൽ രണ്ട് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ക്യാപിറ്റൽ defined as in a relation R എന്ന് പറയുന്നത് defined as R is equal to set ordered by A, B such that A less than equal to B. Ordered by A, B such that A less than equal to B is reflexive and transitive but not symmetric. Important ആണ്. സൈഡ് മാർക്ക് ചെയ്തോളാം. but not symmetric. ഓക്കെ. അപ്പോൾ ഇത് റിഫ്ലെക്സീവും ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല സിമെട്രിക് അല്ല എന്ന് ഷോ ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ ഓർഡേർഡ് ബൈ A, ബിലോങ്സ് ടു ക്യാപിറ്റൽ. സിമെട്രിക് എന്ന് പറയുമ്പോൾ ഓർഡേർഡ് ബൈ AB ഉണ്ടെങ്കിൽ ഓർഡേർഡ് ബൈ AB ഉണ്ടെങ്കിൽ ഓർഡേർഡ് ബൈ BA മതി. അങ്ങനെയാണെങ്കിൽ സിമെട്രിക്. ഇനി ഓർഡേർഡ് ബൈ ABയും ഓർഡേർഡ് ബൈ BC ഉണ്ടെങ്കിൽ ഓർഡേർഡ് ബൈ AC ഉണ്ടെങ്കിൽ ഓർഡേർഡ് ബൈ ABയും ഓർഡേർഡ് ബൈ BC ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് ബൈ AC ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആവും. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. റിലേഷൻ എഴുതി ഇത് റിഫ്ലെക്സീവ് ആണെന്ന് നോക്കാം. റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ബിക്കും, അതായത് ഓർഡേർഡ് ബൈ A ആണ് വേണ്ടത് അല്ലേ. ബിക്ക് നമ്മൾ A കൊടുക്കുന്നു. അപ്പോൾ ഓർഡേർഡ് ബൈ A, ബിലോങ്സ് ടു ക്യാപിറ്റൽ കൊടുക്കുന്നു. ആരുടെ മെമ്പർ ആണെന്ന് എടുക്കുന്നു. ഇതാണ് മെമ്പർ ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? A less than equal to A. രണ്ടിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ചെയ്യണം. ഒന്നുകിൽ ഈക്വൽ ആവാം അല്ലെങ്കിൽ ലെസ് ആവാം. അപ്പോൾ ഈക്വൽ എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് A എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലേ, നമുക്ക് പറയാം which is true. ശരിയാണ്. അപ്പോൾ ട്രൂ ആയതുകൊണ്ട്, അപ്പോൾ ഇത് ട്രൂ ആയതുകൊണ്ട് ഓർഡേർഡ് ബൈ A, ബിലോങ്സ് ടു ക്യാപിറ്റൽ എന്നുള്ളത് സത്യമാണ്, ശരിയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം which implies R is reflexive. R is reflexive. കുറിച്ചോളൂ. ഇത് ട്രൂ ആണ്. നമുക്ക് ഓർഡേർഡ് ബൈ 1, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഓർഡേർഡ് ബൈ 1, ബിലോങ്സ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ ഈക്വൽ ടു 1. 1 എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ അല്ലേ, അപ്പോൾ ട്രൂ ആണ്. അതുകൊണ്ട് R is ഏതെടുത്താൽ 1, 2, 3 ഏതെടുത്താലും അതെല്ലാം എന്ത് വരും? അതിനിടയ്ക്കുള്ള 1/2 അതെല്ലാം എന്ത് തന്നെ വരും? ഇതിലെ മെമ്പറായി വരും. അപ്പോൾ അതുകൊണ്ട് അത് റിഫ്ലെക്സീവ് ആണ്. ഇനി സിമെട്രിക് എന്ന് പറയുമ്പോൾ ഓർഡേർഡ് ബൈ A, B ബിലോങ്സ് ടു ക്യാപിറ്റൽ. ഓർഡേർഡ് ബൈ A, B ബിലോങ്സ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ ഇനി BAയും ഇതിലെ മെമ്പർ ആണെങ്കിൽ മാത്രമേ സിമെട്രിക് ആവുള്ളൂ. അപ്പോൾ ഓർഡേർഡ് ബൈ A, B ബിലോങ്സ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം A ലെസ് ദാൻ ഈക്വൽ ടു B. A എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ എന്നുള്ള കൺസെപ്റ്റ് അല്ല. A എന്ന് പറയുന്നത് B യേക്കാൾ ചെറുതാണ്. A എന്ന് പറയുന്നത് B യേക്കാൾ ചെറുതാണെങ്കിൽ തിരിച്ച് നമുക്ക് B എന്ന് പറയുന്നത് A യേക്കാൾ ചെറുതല്ല. Accepted A is equal to B. അപ്പോൾ except A is equal to B എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം A is equal to B എന്നുള്ള അത് ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ഈക്വൽ എന്നുള്ള ലെസ് എന്നുള്ള കണ്ടീഷൻ മാത്രം എടുക്കുന്നത് A B യേക്കാൾ ചെറുതാണ്. A B യേക്കാൾ ചെറുതാണെങ്കിൽ തിരിച്ച് B യേക്കാൾ ചെറുതാവുമോ? ഇല്ല. ഇപ്പോൾ ഓർഡേർഡ് ബൈ 2, 3 ഇതിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം 2 ലെസ് ദാൻ ഈക്വൽ ടു വേണം 3. 2 ലെസ് ദാൻ 3 ആണെങ്കിൽ തിരിച്ച് 3 ഡസ് നോട്ട് ലെസ് ദാൻ 2. ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം which implies ordered by B, A does not belongs to R.
ഇത് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആയതുകൊണ്ട് നമുക്ക് പറയാം എ ബി ആറിൽ മെമ്പർ ആണ്, പക്ഷെ ബി എന്തല്ല ആറിൽ മെമ്പർ അല്ല. അപ്പൊ ബി ആറിൽ മെമ്പർ അല്ലാത്ത നമുക്ക് പറയാം which implies R is not symmetric. Symmetric. R is not symmetric. ഇത് റിയൽ നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് റിയൽ ആയിട്ടില്ല. R is not symmetric. റിഫ്ലെക്സീവ് ആണ്, പക്ഷെ എന്തല്ല സിമെട്രിക്. റിഫ്ലെക്സീവ് ആണ്, പക്ഷെ എന്തല്ല സിമെട്രിക്. അടുത്തത് ഇനി ട്രാൻസിറ്റീവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ട്രാൻസിറ്റീവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ordered pair A, B belongs to capital R. ordered pair A, B എന്ന് പറയുന്ന മെമ്പർ ആണ്, ഇത് ഒരു മെമ്പർ ആണ്. ആൻഡ് ordered pair B, C belongs to capital R. ഇത് ഇതിലെ മെമ്പർ ആണ്. ഇതിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ which implies A less than B equal to നിൽക്കട്ടെ and B less than C. ശരിയല്ലേ? A B യേക്കാൾ ചെറുതാണ്, B C യേക്കാൾ ചെറുതാണ്. 1 2 belongs to R, 2 3 belongs to R. 1 2 നേക്കാൾ ചെറുതാണ്, 2 3 നേക്കാൾ ചെറുതാണ്. അതിന്റെ സ്വാഭാവികമായി 1 എന്തായിരിക്കും? 3 നേക്കാൾ ചെറുതായിരിക്കും എന്ന് പറഞ്ഞാൽ ordered pair 1, 3 belongs to capital. ശരിയല്ലേ? അപ്പോൾ which implies A less than equal to C. ശരിയല്ലേ? ഈക്വൽ ടു എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്, അത് എക്സെപ്റ്റ് ആണ്. ഈ ലെസ് എന്നുള്ള കൺസെപ്റ്റ് മതി കേട്ടോ. ശരി, ഈക്വൽ ടു ആകുമ്പോൾ നമ്മൾ ഒരേ എലമെന്റ് A ഈസ് ഈക്വൽ ടു C എന്ന് പറയുമ്പോൾ A ആയി പോകും. മീൻസ് റിഫ്ലെക്സീവിനെ ആ ഒരു കൺസെപ്റ്റിലേക്ക് വീണ്ടും വരും. അത് വേണ്ട. അതുകൊണ്ട് സിമെട്രിക്കിന്റെയും ട്രാൻസിറ്റീവിന്റെ കേസിൽ ലെസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ A less than equal to C, A less than equal to C എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം A less than equal to C എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം which implies ordered pair A, C belongs to capital R, which implies R is transitive. അപ്പോൾ R റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല സിമെട്രിക് അല്ല. ഹെൻസ് R is reflexive and transitive but neither symmetric. കുറിച്ചോളൂ. but neither symmetric. അടുത്ത ചോദ്യം. കുറിച്ചോളൂ. Show that the relation capital R defined in the set A. Show that the relation capital R defined in the set A. Capital A of all triangles as capital R is equal to capital R is equal to set ordered by T1, T2 such that T1 is similar to T2. T1 is similar to T2. That's the condition. Similar, sadrishya, similar. അല്ലേ? sadrishya, similar to T2. Set velocity is equivalence relation. First stop. Consider three right angle triangles. Consider three right angle triangles. T1 with the sides 3, 4, 5. T2 with the sides
T2 with the sides, T2 with the sides, T2 with the sides, T2 with the sides, 5, 12, 30, 5, 12, 13, and T3 with the sides, T3 with the sides, 6, 8, 10, 6, 8, 10, full stop. Which triangles among T1, T2, T1, T2 and T3 are related. അപ്പോൾ ഈ റിലേഷൻ സിമെട്രിക് ആണെന്ന് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ഷോ ചെയ്യണം. അതിനുശേഷം 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. അതിൽ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതൊക്കെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ട്രയാങ്കിൾ T1 T2 ആണോ, T1 T3 ആണോ, അതാ T2 T3 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് രണ്ടാമത്തെ പാർട്ട്. ഒന്നാമത്തെ പാർട്ടിലേക്ക് നമുക്ക് പോവാം. റിലേഷൻ ഇതാണ്. അപ്പോൾ ഓർഡേർഡ് പെയർ T1, T2 ആണ് മെമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം T1 is similar to T2. അവരുടെ ട്രയാങ്കിളും എന്താണ് സിമിലർ ആണ്, സദൃശ്യമാണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു ട്രയാങ്കിളും ആ ട്രയാങ്കിളോട് തന്നെ സിമിലർ ആണ്. Every triangle is similar to itself. ഏതൊരു ലൈനും ആ ലൈന് പാരലൽ ആണ്, പക്ഷേ ഏതൊരു ലൈനും ആ ലൈന് പെർപെൻഡിക്കുലർ അല്ല. ഇനി ഏതൊരു ട്രയാങ്കിളും ആ ട്രയാങ്കിളിനോട് കോൺഗ്രുവന്റ് ആണ്. അപ്പം എവറി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവന്റ് ഇറ്റ്സെൽഫ്. ഒരു ട്രയാങ്കിൾ ആ ട്രയാങ്കിളിനോട് തന്നെ കോൺഗ്രുവന്റ് ആണ്, സമസമമാണ്. ഒരു ട്രയാങ്കിൾ ആ ട്രയാങ്കിളിനോട് തന്നെ സദൃശ്യമാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ കേസ് റിഫ്ലക്സീവ് ആണോ എന്ന് ഷോ ചെയ്യാം. റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓർഡേർഡ് പെയർ T1, T1 ബിലോങ്സ് ടു ക്യാപിറ്റൽ എന്ന് ഞാൻ എഴുതി. ഇതിന്റെ നമ്പർ ആണ് എന്ന് പറഞ്ഞാൽ T1 is similar to T1. ശരിയല്ലേ? ഒരു ട്രയാങ്കിൾ ആ ട്രയാങ്കിളോട് തന്നെ സിമിലർ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം which implies T1 is similar to T1. And the reason നമുക്ക് എഴുതാം every triangle is similar to itself. Every triangle is similar to itself. Every triangle is similar to itself. കുറിച്ചോളൂ. അപ്പോൾ T1 is similar to T1 ഇത് ട്രൂ ആണ്, ശരിയല്ലേ? ഇത് ട്രൂ ആയതുകൊണ്ട് ഇതിലെ മെമ്പർ ആണ് എന്ന് പറഞ്ഞാൽ ഇതിലെ മെമ്പർ ആണ് എന്ന് പറഞ്ഞാൽ T1 ന്റെ സിമിലർ ആണ്. അപ്പോൾ T1 ന്റെ സിമിലർ ആണ് എന്ന് ഞാൻ സ്റ്റേറ്റ് ചെയ്തപ്പോൾ അത് ട്രൂ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിലെ മെമ്പർ ആയതുകൊണ്ട് നമുക്ക് പറയാം R is reflexive. ഓർത്തു വെച്ചോളണം, സിമിലർ എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ റിഫ്ലക്സീവ് ആണ്, കോൺഗ്രുവന്റ് എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ റിഫ്ലക്സീവ് ആണ്. അതുപോലെ ലൈനിന്റെ കേസിൽ പാരലൽ എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ് ആണ്. പക്ഷെ പെർപെൻഡിക്കുലർ എന്നുള്ള കണ്ടീഷൻ അതെന്തല്ല, റിഫ്ലക്സീവ് അല്ല. കാര്യം ഒരു ലൈൻ ആ ലൈൻ പെർപെൻഡിക്കുലർ അല്ല, പക്ഷെ പാരലൽ ആണ്. രണ്ടാമത്തെ കേസ് ഓർഡേർഡ് പെയർ T1, T2 belongs to capital. T1, T2 belongs to capital. ഇതിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ T1 is similar to T2. T1 എന്താണ്? T1 T2 ന് സിമിലർ ആണ്. ഒന്നാമത്തെ ട്രയാങ്കിൾ ഇങ്ങനെ ട്രയാങ്കിൾ, ഇത് വേറൊരു ട്രയാങ്കിൾ. T1 T2 ന് സിമിലർ ആണ്, ഇത് ഇതിന് സിമിലർ ആണ്, സദൃശ്യമാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഇതിന് സിമിലർ അല്ലേ? അപ്പോൾ പറയാം which implies T2 is similar to T1. ശരി. T1 T2 ന് സിമിലർ ആണ് എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് ഓൾറെഡി ബൈ T1, T2 belongs to capital ആണ്. അങ്ങനെയാണെങ്കിൽ T2 is similar to T1 എന്ന് പറഞ്ഞാൽ അർത്ഥം ഓൾറെഡി ബൈ T2, T1 belongs to capital. AB R ന്റെ മെമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ BA യും R ന്റെ മെമ്പർ ആണ്. അപ്പോൾ T1 T2 ന്റെ മെമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ T2 T1 ഉം R ന്റെ മെമ്പർ ആണ്, റിലേഷൻ മെമ്പർ ആണ്. അതുകൊണ്ട് പറയാം R is symmetric. R is symmetric. അപ്പോൾ റിഫ്ലക്സീവ് ആയി സിമെട്രിക്. അടുത്തത് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ട്രാൻസിറ്റീവിന്റെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ട്രാൻസിറ്റീവിന്റെ കേസ് പറയുമ്പോൾ നോക്കിയിരിക്കുക. ട്രാൻസിറ്റീവ് ഓർഡേർഡ് പെയർ T1, T2 belongs to capital. ഇതിലെ മെമ്പർ ആണ് നമുക്ക് 1, 2. അങ്ങനെ 2 മൂന്നാമത്തെ ഒരു ട്രയാങ്കിളുമായിട്ട് രണ്ടാമത്തെ ട്രയാങ്കിൾ വേറൊരു ട്രയാങ്കിളുമായിട്ട് സിമിലർ ആണ് വരുന്നത്. അപ്പോൾ ആൻഡ് T2, T3 belongs to capital.
എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്. അങ്ങനെ എ സി ആറിലും ഉണ്ടാവണം. ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ്. ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഉണ്ടാവണം ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ ഉണ്ടാവണം, അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം ordered where T1, T2 belongs to capital എന്ന് പറഞ്ഞാൽ അർത്ഥം which implies T1 is similar to T2 and T2, T3 belongs to capital എന്ന് പറഞ്ഞാൽ T2 is similar to T3. ശരിയല്ലേ? അപ്പോൾ T1 T2 ന് സിമിലർ ആണ്, T2 T3 ക്ക് സിമിലർ ആണ്. ഒന്നാമത്തെ ട്രയാങ്കിൾ രണ്ടാമത്തെ ട്രയാങ്കിളിന് സിമിലർ, ഇതിന് സിമിലർ. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ മൂന്നാമത്തെ ട്രയാങ്കിളിന് സിമിലർ. ശരിയല്ലേ? ഫസ്റ്റ് സെക്കൻഡ് സിമിലർ, സെക്കൻഡ് തേർഡ് സിമിലർ. അങ്ങനെ സ്വാഭാവികമായി ഫസ്റ്റ് ആർക്ക് സിമിലർ ആയിരിക്കും, തേർഡ് സിമിലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം which implies T1 is similar to T3. T1 T2 ന് സിമിലർ എന്ന് പറയുമ്പോൾ T1, T2 belongs to capital ആണ്. T2 T3 ക്ക് സിമിലർ എന്ന് പറഞ്ഞാൽ T2, T3 belongs to capital ആണ്. അങ്ങനെയാണെങ്കിൽ T1 T3 ക്ക് സിമിലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ordered by T1, T3 belongs to capital, which implies A B B C ഉണ്ട്. അങ്ങനെ എന്തുണ്ടാവണം? A C ഉണ്ടാവും. A C ഉണ്ടല്ലോ, നമുക്ക് പറയാം R is transitive. So hence R is an equivalent solution. R is an equivalent solution. R is an equivalent solution. അടുത്ത ചോദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ സിമിലർ എന്ന് പറയുന്നതിന് പകരം കോൺക്രുവന്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. എഴുതിക്കോളൂ. Let capital T be the set of all triangles. Sorry, ഈ പ്രോബ്ലത്തിന് രണ്ടാമത്തെ കണ്ടീഷൻ കഴിഞ്ഞു. സോറി, രണ്ടാമത്തെ പാർട്ടുണ്ടല്ലോ. രണ്ടാം പാർട്ട് നമ്മുടെ അടുത്ത ദിവസം രണ്ടാം പാർട്ട് സെക്കൻഡ് പാർട്ട് എന്താണ്? മൂന്ന് ട്രയാങ്കിൾസ് ഉണ്ട്. എങ്ങനെ ട്രയാങ്കിൾസ് ആണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് അല്ലേ? അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ സൈസുകൾ ഒന്നാമത്തെ എന്താണ്? T1 ന്റേത് 3 4 5 അല്ലേ? അപ്പോൾ T1 ന്റെ 3 4 5 T1 3 4 5. T2 ന്റേത് 5 12 13 5 12 13. T3 ന്റേത് 6 8 10 6 8 10. ഇതെല്ലാം എങ്ങനെയുള്ള ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ആ തന്നിരിക്കുന്ന സൈഡുകളിൽ ഏറ്റവും വലിയ സൈഡ് ആയിരിക്കും അതിന്റെ ഹൈപ്പോട്ടനസ്. അപ്പോൾ T1 നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. ഇവിടുത്തെ കേസിൽ 13 ആണ്, ഇവിടെ 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 3 4 5 that is T1. Then second T2 means 5 12 13. Okay, then third T3 6 8 10. Okay, സൈസുകളുടെ റിലേഷൻഷിപ്പ് നോക്കാം. ഇവിടെ 3 ഇവിടെ 5 4 12 ആയിട്ട് ശരി. ഓക്കെ, കണ്ടീഷൻ 5 13 ഇല്ല. നോക്കിയാൽ 3 6 പ്രൊപ്പോർഷൻ 4 8 ആണ് 5. അപ്പോൾ ഇത് പടം വെച്ചിട്ട് നമുക്ക് എഴുതാം. T1 is ഇത് പ്രൊപ്പോർഷൻ ആണ്, ഇതിന്റെ സൈസുകൾ പ്രൊപ്പോർഷൻ ആണ്. കാര്യം ഈ സൈഡിന്റെ പ്രൊപ്പോർഷൻ ആണ്. കാര്യം ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. അപ്പോൾ T1 is related to T3. Sides are proportional. അടുത്തൊരു ചോദ്യം നിങ്ങൾ ചെയ്യണം. Let capital T be the set of all triangles in a plane with the capital R. A relation in T given by capital R is equal to set ordered pair T1, T2 such that T1 is congruent to
സർവസമത കോൺക്രുവന്റ്. Concurrent to T1 is concurrent to T2. T1 is concurrent to T2. Show that R is an equivalent summation. Then നിങ്ങൾ ചെയ്യുന്നത് R is an equivalent summation. നിങ്ങൾ ചെയ്യണം. എങ്ങനെ ചെയ്യും? കോൺക്രുവന്റ് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്ന് വെച്ചാൽ ഞാൻ പറയുകയാണ് കോൺക്രുവന്റ് ആണ്. റിഫ്ലെക്സീവ് ആണെന്ന് പറഞ്ഞാൽ ഏതൊരു ട്രയാങ്കിളും ആ ട്രയാങ്കിൾ കോൺക്രുവന്റ് ആണ്, റിഫ്ലെക്സീവ് ആണ്. ഫസ്റ്റ് സെക്കൻഡ് കോൺക്രുവന്റ് ആണെങ്കിൽ സ്വാഭാവികമായി സെക്കൻഡ് ഫസ്റ്റിന് കോൺക്രുവന്റ് ആണ്, അപ്പോൾ സിമെട്രിക് ആണ്. ഫസ്റ്റ് സെക്കൻഡ് കോൺക്രുവന്റ് സെക്കൻഡ് തേർഡിന് കോൺക്രുവന്റ്, ദെൻ സ്വാഭാവികമായും ഫസ്റ്റ് തേർഡിന് കോൺക്രുവന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കൺസിഡറേഷൻ ആവും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു ചോദ്യം കൂടി നമുക്ക് പറഞ്ഞ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഒരു ചോദ്യം കുറിച്ചോളൂ. അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ കുറിച്ചു. Show that the relation capital intersected. Show that the relation capital intersected. Set 1, 2, 3. Set 1, 2, 3. Given by. Set 1, 2, 3. Given by. R is equal to. 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 Set ordered pair 1, 1. Set ordered pair 1, 1. Comma 2, 2. 2, 2. Comma 3, 3. 3, 3. Comma 1, 2. 1, 2. 2, 3. A is equal to set 1, 2, 3. Accepted. Okay. Is reflexive, but neither symmetric, nor transitive. ഇത് നിങ്ങൾ ചെയ്തോളണം. പിന്നെ മനസ്സിലായല്ലോ, എ എന്നുള്ള സെറ്റ് 1, 2, 3. അപ്പം നമുക്ക് റിലേഷൻ ഉണ്ട്. അപ്പം എയിലുള്ള റിലേഷനാണ്. റിലേഷൻ നോട്ട് എ ആണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്ന് നോക്കണം. അപ്പോൾ അതിനോട് റിഫ്ലക്ട്, ഇതിനോട് റിഫ്ലക്ട് കൊണ്ട് ഒബ്ജക്റ്റ് ചെയ്യാം. ഇനി ബാക്കി നോക്കേണ്ടത് വീണ്ടും റിലേഷൻ നോക്കി വേണം ചെയ്യണം. ഇത് 3 മസ്റ്റാണ്. അത് 3 ഉണ്ടെങ്കിൽ റിഫ്ലെക്സീവ് ആണ്. അത് 3 എന്ന് പറയുമ്പോൾ ഇത് 3 എലമെന്റ് ഉള്ളതുകൊണ്ടാണ്. ഒരുപക്ഷെ 4ാമത് എലമെന്റ് ഉണ്ടെങ്കിൽ 4, 4 കൂടെ വരണം. എപ്പോഴും കൂടുതൽ വിചാരിച്ചു പറയുന്നത് 4 എന്ന നമ്പർ ഉണ്ടെങ്കിൽ ആ 4 എന്നുള്ള ആ കൂടെ വരണം. 5 എന്ന നമ്പർ ഉണ്ടെങ്കിൽ 5 എന്നുള്ളത് അത് കൂടെ വരണം. ഓട്ടെ, ഇനി നോക്കട്ടെ, ഇതാണ് നോക്കണം. 1, 2 ഉണ്ട്. 1, 2 ഉണ്ടെങ്കിൽ സ്വാഭാവികമായി 2, 1 വരണം. ഇപ്പോൾ 2, 1 ഇല്ല, അതുകൊണ്ട് സിമെട്രിക് അല്ല. ഇനി 1, 2 ഉണ്ട്, 2ന് 3 ഉണ്ട്. അങ്ങനെ 1, 3 വേണം. 1, 3 ഇല്ല, അപ്പോൾ ട്രാൻസിറ്റീവ് അല്ല. എന്ന് ചെയ്യണം. ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ 2 പ്രോബ്ലം കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിലേക്കാണ് പോകുന്നത്. ഒരു പാർട്ട് അവസാനിക്കും. അടുത്ത ക്ലാസ്സിൽ 2 പ്രോബ്ലം ചെയ്യുമ്പോൾ അവസാനിക്കും. പിന്നെ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ശരി.